വടക്ക്, മലബാർ എന്ന് പറയുമ്പോൾ മധുരത്തിൻ്റെ ഒരു ലഹരി പിടിപ്പിക്കുന്ന മധുരമുള്ള നാടുകൂടിയാണ് മലബാർ. വടകരയിൽ നിന്ന് നമുക്ക് ഒരു ഹൽവ മധുരം നുണയാൻ പോകാം. കോഴിക്കോട്ടെ ഹൽവ കഥയുമായി നമുക്കൊപ്പം ദീപക് മലയമ്മ. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, SM സ്ട്രീറ്റ്, ഞങ്ങൾ കോഴിക്കോട്ടുകാർ അലുവ എന്ന് പറയും. ഹൽവ, നല്ല മധുരമുള്ള ഹൽവ കിട്ടുന്ന കോഴിക്കോടൻ തെരുവിലൂടെ ഒന്ന് നടന്നു നോക്കാൻ പോവാണ്. നോമ്പുകാലൊക്കെ ആണല്ലോ, നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അലുവ ചേച്ചി, അലുവ അലുവ. അരുൺ ഭായ്, മൊത്തം ഹൽവ, ഫുൾ ഹലുവാണ്. കോഴിക്കോട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആണ്. എത്ര 30-40 അതിൻ്റെ ഇടയിൽ വെറൈറ്റികളുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം നമുക്ക് അധികം പോകുന്ന നമ്മൾ പണ്ട് മുതലുള്ള ഐറ്റംസ് ഒക്കെ ബ്ലാക്ക്, പിന്നെ ഗോതമ്പിൻ്റെ ഉണ്ട്, അതിൻ്റെ തന്നെ റെഡ് ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറേ ഐറ്റംസ് പോകും. എങ്ങനെയാ ഈ ഹലുവ കോഴിക്കോട് വന്നത്? ഹലുവ പറയപ്പെടുന്ന അറബികൾ പരിചയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അവരാണ് പണ്ട് മുതലേ ഇവിടെ അറിയപ്പെടുത്തി. സാമൂതിരിൻ്റെ കാലഘട്ടം മുതലേ ഇവിടെ ഉണ്ട്. അന്ന് സാമൂതിരിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അന്ന് ഇവിടെ ഫുള്ള് മിഠായിത്തര ഫുള്ളും സ്വീറ്റ്സിൻ്റെ കടകളായിരുന്നു. രാഹുൽ ഭായ്, ഇവിടെ വരും. നിങ്ങൾ എവിടെ എന്താ സ്ഥിതി? കച്ചവടം കണ്ട് കച്ചവടം കുഴപ്പമില്ല. ഇനിയിപ്പോൾ സീസൺ ആവണം. സീസൺ പറഞ്ഞാൽ വെക്കേഷൻ ആവും. മധുരത്തിനും സീസൺ ഉണ്ടോ? അതായത് എല്ലാത്തിനും ഇപ്പോൾ സ്കൂൾ പൈസ ചെയ്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കുട്ടികൾ ഫാമിലിക്ക് ആയിട്ട് ഇറങ്ങുള്ളൂ. ഇപ്പം നോൽമ്പ്, പ്രത്യേകിച്ച് നമ്മൾ ബേക്കറി ഐറ്റങ്ങളൊന്നും ആരും കഴിക്കില്ല. എല്ലാവരും ഫ്രൂട്ട്സ്, പിന്നെ ഈ എണ്ണക്കടികൾ അതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ എക്സാം നടക്കല്ലേ, അപ്പം മൊത്തത്തിൽ നമുക്കിതല്ല, എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാവും. സ്വീറ്റ് മീറ്റ് ആണല്ലേ? സ്വീറ്റ് മീറ്റാണ്. സ്വീറ്റ് മീറ്റ് പറഞ്ഞാൽ പണ്ട് ഈ സായിപ്പന്മാർ ഇവിടെ വന്നിട്ട് നമ്മൾ അനുഭവം മുറിക്കുന്ന കണ്ടിട്ട് ഇറച്ചിയുമായിട്ടുള്ള ആ ഒരു രീതി കണ്ടിട്ടാണ് സ്വീറ്റ് മീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? വീറ്റ് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇളനീര് കുഴപ്പമില്ല. പിന്നെ നമ്മളെ കോഴിക്കോടൻ ബ്ലാക്ക് ഉണ്ട്, അത് അടിപൊളി ഐറ്റം, നമ്മൾ സ്പെഷ്യൽ ഐറ്റമാണ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് വീറ്റ് അലുവ പരീക്ഷോക്കല്ലേ. ഒമാനി ബ്ലാക്ക് സൂപ്പർ. ചില്ലി കറക്റ്റാ, എരിവുണ്ട്. അതായത് മൈദയും പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ശർക്കര ഉണ്ട്. ബ്ലാക്ക് ഹലുവ ശർക്കരയിൽ വരാം. പിന്നെ മൈദയും പഞ്ചസാര. മൈദ തന്നെ മൈദ ഫിൽട്ടർ ചെയ്തിട്ട് ഉണ്ടാക്കാം. അതേമാതിരി തന്നെ അല്ല, അതിൻ്റെ പാലെടുത്തിട്ട് ഉണ്ടാക്കാം. ഒരു 10 പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ പറയൂ. ഇളനീര്, പൈനാപ്പിൾ, മാംഗോ, പിന്നെ തണ്ണിമത്തന്, കിവി, ഡ്രൈ ഫ്രൂട്ട്, അനാറ്, പിന്നെ ബ്ലാക്ക് സ്പെഷ്യൽ ഉണ്ട്, സാദ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, കുറേ വെറൈറ്റികളുണ്ട്. എന്തായാലും കോഴിക്കോടൻ ഹൽവയുടെ പ്രതാപത്തിന് ഒരു മങ്ങൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ കഴിച്ചാൽ ചിലപ്പോൾ ഷോ കഴിയുമ്പോഴത്തേക്ക് സൈഡാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.